Watch full episodes on Jio Hotstar. വണ്ടി നിർത്ത്. എല്ലാ വണ്ടിയും പരിശോധിക്കണം. ഈ ലഡ്ഡു സിംഗിന്റെ കൺവെർട്ടറിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. ഹലോ ഹലോ സുഹൃത്തെ, തന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ഒന്ന് കാണിച്ചു തന്നേ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ തന്നെ ജയിലിൽ കൊണ്ടിടും. ഓ, അപ്പൊ എന്നത്രയ്ക്ക് നിക്കുകയാണല്ലേ? ഞാനിതാ എത്തി. വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ. വെറുതെ നോക്കി നിൽക്കാതെ ചെന്നവനെ പിടിക്കേ. ശിവ, ആ മലഞ്ചെരിവിന്റെ പാതയിലേക്ക് വരും. ഞാൻ എന്റെ GPS ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് ഫോളോ ചെയ്യൂ. ശരി ശിവ, അങ്ങനെ തന്നെ ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്ക് ശിവയെ സഹായിക്കാൻ പോകണം. ഓക്കേ രേവ, പെട്ടെന്ന് തന്നെ പോവാം. ഒരു കണക്കിനാ രക്ഷപ്പെട്ടത്. ആ ലഡ്ഡു സിംഗ് എന്നെ പിടിക്കാനായിട്ട് അവിടെ ആളെയും കൂട്ടി നിൽക്കുമായിരുന്നു. അയാൾക്ക് അതിന്റെ വല്ല ആവശ്യമുണ്ടോ? എന്റെ അമ്മോ, ഒരു കണക്കിന് രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല, ഇപ്പോഴാണ് ഗെയിം തുടങ്ങിയിരിക്കുന്നത്. അല്ല, നീ എപ്പോഴാ ഇങ്ങോട്ട് വന്നത്? നിനക്ക് എന്താ കാര്യം കുട്ടി? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഇനി എന്നെ തല്ലല്ലേ? എന്റെ അമ്മോ, ഇതൊക്കെ എവിടെന്നാണ് ഇങ്ങനെ പുറപ്പെട്ടു വന്നത്? നിനക്കൊക്കെ എങ്ങനെ മനസ്സിലായത്? അതെ, ഇവന്റെ കയ്യിൽ ഒരു റോബോട്ട് ബി ഉണ്ട്, അറിയോ? അത് ആര് വേണമെങ്കിലും ഫോളോ ചെയ്യും. ഓ, റോബോട്ട് ബി ഉള്ളത് കൊണ്ടാണല്ലേ? ഓ, എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഈ മെന്റർ ആരും ഇതുവരെ പിടിച്ചിട്ടേ ഇല്ല. മിസ്റ്റർ ഇൻവെൻഷൻ, ഇനി തനിക്ക് കണ്ടുപിടിക്കാനുള്ളതൊക്കെ ജയിലിനകത്ത് പോയി കണ്ടുപിടിച്ചാ മതി. അവിടെ വെച്ച് തന്നെ ഞാനും തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോളാം. വന്നേ. ആ കുരുത്തക്കെട്ട കുട്ടി ഒരു ഈച്ച കാരണം എന്നെ പിടിച്ചു. ഞാൻ അവനെ കാണിച്ചു കൊടുക്കാം ഒരു ഈച്ച കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. ഇന്നെന്തായാലും ഈച്ച ഉണ്ടാക്കാം. ഇവിടെ വെച്ചിട്ട് വയ്യ, എന്നെ ജയിലിലിട്ടിരിക്കുകയാണ്. എന്താ പറ്റിയത്? എന്തിനപ്പ കരയുന്നേ? ഞാനൊരു നല്ല മനുഷ്യനാവാൻ തീരുമാനിച്ചവനായിരുന്നു. മമ്മിയും പപ്പയും പറയുന്നത് അനുസരിക്കില്ലായിരുന്നു. മമ്മിയും പപ്പയും കുറിച്ച് ഓർത്തപ്പോ സങ്കടം വരുവാ. എന്റെ മമ്മിയും പപ്പയും ഇപ്പൊ എന്ത് ചെയ്യണാവോ? എന്റെ പൊന്നു ഇൻസ്പെക്ടർ സാറേ, എന്റെ മമ്മിയുടെ പപ്പയുടെ ഒരു ഫോട്ടോ ദയവായി കൊണ്ടുവരൂ. ഞാൻ ആ കാൽക്കൽ നമസ്കരിക്കട്ടെ, എന്നിട്ട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിച്ചോളാം. ഫോട്ടോ ഞാൻ കൊണ്ടുവരാൻ പറയാം. അത്രയെങ്കിലും തനിക്ക് വേണ്ടി ഞാൻ ചെയ്തോളാം. പെടാറാം, ചെല്ല്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അയാളുടെ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ എടുത്തോണ്ട് വന്നേ, വേഗം. ഇതുപോലൊരു പമ്പര വിദ്യ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാ വെച്ചോളൂ. ഇനി തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വേഗം അച്ഛനോടും അമ്മോടും ക്ഷമ ചോദിച്ചോ. മമ്മി പപ്പ, എന്നോട് ക്ഷമിക്കണേ. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. മാപ്പ് തരണേ. ബോസ് വിളിക്കുന്നുണ്ടല്ലോ. ഹലോ ബോസേ, എന്റെ പുതിയ പ്ലാൻ കേട്ടോ? ഓക്കേ ബോസേ. ഇതാ ഞാൻ ജയിച്ചിരിക്കുന്നു.
ഇതാണ് എന്റെ റോബോട്ട് ഈച്ച. ലഡ്ഡു സിംഗ് സാറേ, ഫോട്ടോ കണ്ടൊന്നും ഒരു കാര്യമില്ല. എന്റെ പപ്പേരെ മമ്മീരെ അടുത്ത് നേരിട്ട് പോയി ഞാൻ മാപ്പ് ചോദിക്കാൻ പോവുക. എന്നാ ഞാൻ പോട്ടെ. ഓക്കേ, എന്നാ ശരി. അച്ഛനോടും അമ്മോടും എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. അതെ, താനെങ്ങനെ പുറത്തേക്ക് വന്ന? ബൈ ബൈ. പിടിക്ക്, അവനെ പിടിക്കാൻ. ഞാൻ ഇപ്പൊ തന്നെ ശിവനെ വിളിക്കട്ടെ. ശിവ, 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 ശിവ. ഓ, എന്റെ തല പോയി. എന്താടാ കോഞ്ഞാട്ടിരുന്ന് ചിരിക്കുന്നേ? സോറി ബോസേ. ഏയ് കുട്ടി, എന്താണ് നീ വീണ്ടും വന്നേ? അല്ല, നിനക്ക് എന്തുവാ പ്രോബ്ലം? പ്രോബ്ലം നിങ്ങളാണ് അങ്കിൾ. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ കുട്ടിയെന്ന് വിളിക്കരുതെന്ന്. കുട്ടിയെന്ന് വിളിച്ചാൽ നീ എന്തോ ചെയ്യും കുട്ടി? ഇനിയെങ്കിലും ഓർമ്മ വെച്ചോളൂ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. എഴുന്നേറ്റ് ചെന്ന് അവന്റെ കാല് തല്ലി ഒഴിക്കണോ? വേഗം ചെല്ല്. ശിവ, നീ വിഷമിക്കരുത്. ഞാനിതാ എത്തിക്കഴിഞ്ഞു. ടോർച്ചിന്റെ ബാറ്ററി തീരാറേ. വാ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. വേഗം ഓടി വാ. ലഡ്ഡു സിംഗ് സർ, ലഡ്ഡു സിംഗ് സർ, ലഡ്ഡു സിംഗ് സർ. ഓ, എന്തൊരു വെളിച്ചായിരുന്നു. എനിക്ക് എന്തുകൊണ്ടാ ഒന്നും കാണാൻ പറ്റാത്തത്? സമാധാനിക്കൂ ലഡ്ഡു സിംഗ് സർ, എല്ലാം പെട്ടെന്ന് ശരിയാവും. മുത്തശ്ശ, ഇതാ കഴിച്ചോളൂ മുട്ടദോശ. എവിടുന്ന് വന്നു ഈ നശിച്ച ഈച്ച? മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഭീംസിംഗ്, വേഗം ആ കൊതുവിനെ കൊല്ലുന്ന ബാറ്റ് എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാ. പിടിച്ചോളൂ മുത്തശ്ശ. എന്റെ മൂക്ക് പോയേ. എന്റെ ലഡ്ഡു സിംഗേ, എന്ത് പറ്റി നിങ്ങളുടെ കണ്ണിന്? മുത്തശ്ശ, എന്റെ കണ്ണിന് വെട്ടടിച്ചിട്ട് എനിക്കിപ്പോ ഒന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കറുത്ത കെട്ടിവെച്ച് കണ്ണ് മൂടി വെച്ചിരിക്കയാണ്. ലഡ്ഡു സിംഗ് സാറേ, ഒച്ച വെക്കല്ലേ, ഒച്ച വെക്കല്ലേ. കുട്ടി,
ഈച്ചയെന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവണം. നീ കണ്ടോ എന്റെ ഈച്ചയുടെ പണി? വേണ്ട എന്റെ തല്ലല്ലേ. കണ്ണ് കെട്ടിന്ന് വെച്ച് ഇങ്ങനെ അടിച്ച് മനുഷ്യനെ ദ്രോഹിക്കുന്നോ പറ. എടോ നീ ഈച്ചേനാണോ തല്ലുന്നത് അതോ എനിക്കിട്ടാണോ തല്ലുന്നത് പറ. ശിവ, ഇന്ന് കുറെ സ്റ്റാച്യൂസിന്റെ എക്സിബിഷൻ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം. ഇപ്പൊ സമയവുമായി. ആ, അത് ശരിയാ. നമുക്ക് എല്ലാവർക്കും പോകാം ശിവ. അല്ല ശിവ, നിന്നെ ഒരു ഈച്ച ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുന്നു നീ പറഞ്ഞല്ലോ. ആ നശിച്ച ഈച്ച എവിടെന്നാ വന്നെന്ന് അറിയില്ല. എന്റെ ചെവിയിൽ കയറാൻ അത് ഒരുപാട് ശല്യം ചെയ്തിരുന്നു. ആ ഈച്ച വന്ന് വീടാകെ ബഹളമായിരുന്നു. അതെ, അനങ്ങല്ലേ. ഈച്ചനെ അടിച്ച ഈച്ചനെ. ഇത് ചിലപ്പോ ആ ഈച്ച മറ്റോ ആയിരിക്കോ. അല്ല, ആ ഈച്ച എങ്ങനെ ഇങ്ങോട്ട് വരിക? ഈച്ചകൾ എങ്ങനെ അങ്ങനെ പുറകോ നടന്നുകൊണ്ടേ ഇരിക്കോ? യൂടി, ഇനി നിനക്കൊണ്ട് ഓഴ അനങ്ങരുത് കേട്ടോ. ഞാൻ തന്നെ ആ ഈച്ചനെ പിടിച്ചോളാം. ലഡു സിംഗ് സാറേ, സാറിന്റെ മുഖത്തും ആ ഈച്ച വന്നിരിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരുപാടായി. ആദ്യം തന്നെ ഇത് കാരണം ഞാൻ ഒരുപാട് തല്ല് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് അതിന് വയ്യ. ഞാൻ പോവാണ്. സെൽഫി എടുത്താലോ? ഇവിടെ ഒരുപാട് ആന്റി സ്റ്റാച്യു ഇല്ല, പക്ഷെ വാങ്ങിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ നറുക്കെടുപ്പ് നടത്തുകയും ചെയ്യും. ആരുടെ പേരൊക്കെയാണോ വരുന്നത് അവർക്ക് നറുക്കെടുപ്പിൽ ഈ സ്റ്റാച്യു മേടിക്കാൻ പറ്റുകയും ചെയ്യും. കാരണം എല്ലാത്തിന്റെയും വില ഒരേ വില തന്നെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ നറുക്കെടുപ്പ് ഇവിടെ ശിവയാവും എടുക്കുന്നത്. ഏയ്, നശിച്ച ഈച്ച ഇവിടെയും വന്ന് ശല്യം തുടങ്ങിയല്ലോ. ഈച്ചയുടെ ശല്യം സഹിക്കാൻ വയ്യ. ഓടിക്കോ. ഓഹോ, ശിവ നീ വിഷമിക്കരുത്. ഞാൻ നോക്കിക്കോളാം ഈ കുരുത്തം കെട്ട ഈച്ചേ. അവിടെ നിക്ക്. ഓ സോറി, ഞാൻ നിങ്ങൾ ഒന്നിട്ടൂല്ലേ. ഇതെന്താണത് ഓരോരുത്തരായിട്ട് വീണോണ്ടിരിക്കുന്നത്? ആരെങ്കിലും ഇതിനൊന്ന് പിടിക്കൂ. ഇത് വീണോണ്ടിരിക്കുന്നു. ശിവാ. ഇതെന്നെ വ്യർത്ഥമാക്കാൻ പാടില്ല. ശിവ ഒന്ന് രക്ഷിക്ക്. ദേ ഇപ്പൊ ഈച്ച വന്നു. ആ, ദേ വീണ് വീണ്. അച്ചോ, ചീല പൊട്ടി പൊട്ടി. അച്ചോ. സ്റ്റാച്ചു വീഴുന്ന പിടിക്കൂ പിടിക്കൂ. ഇവന്റെ ജീവിതം ഞാൻ ദുരിതമാക്കി മാറ്റും. ഇവനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഇവിടെ വലിയൊരു നഷ്ടം തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ വാക്കു തരുന്നു, ഈ നഷ്ടങ്ങളൊക്കെ ആർക്കാരനാണോ സംഭവിച്ചത് അവനെ കൊണ്ട് ഞാൻ ഈ പണം മൊത്തം തരിക്കും. ഇത് സാധാരണ ഈച്ചയല്ല. രാവിലെ മുതൽ ഇതെന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പുറകെ ആരോ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി ആ ഈച്ചയെ നമ്മൾ എന്താ ചെയ്യാ? ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ഈച്ചകൾ ഒരുപാട് വരുമ്പോ ഞങ്ങളെ ഈച്ചകളെ പിടിക്കാനായിട്ട് ശർക്കര വെക്കുമായിരുന്നു. അങ്ങനെ ശർക്കരയിൽ ഈച്ച വന്നിരിക്കുമ്പോ ഞങ്ങൾ എല്ലാത്തിനും കൂടി അങ്ങനെ പിടിക്കുമായിരുന്നു. അല്ല, ആദ്യം നീ എന്തൊരു ഇന്റലിജന്റ് ആണ്. അല്ല, ഞാനിപ്പോ എന്താ ചെയ്തത്? അല്ലാതെ നിനക്കറിയില്ല, ഈച്ചകളെ പിടിക്കാനായിട്ട് നല്ലൊരു ഐഡിയ ആണ് നീ പറഞ്ഞു തന്നത്. അതെ അതെ, നല്ലൊരു ഐഡിയ നീ തന്നത്. പക്ഷേ ഈ ഈച്ച എങ്ങനെയാണ് ശർക്കരയിൽ വന്ന് കുടുങ്ങുക? ഇത് ഭയങ്കര അപകടം പിടിച്ച ഈച്ചയാണെന്നാ തോന്നുന്നത്. ഇത് ശരിക്കുള്ള ഈച്ചയല്ല. ശരിക്കുള്ള ഈച്ചയാവാൻ വഴിയില്ല. ഇതൊരു മെറ്റൽ ഈച്ചയാണ്. എന്റെ റോബോട്ട് ബി പോലെയാണ് ഈ ഈച്ച. ഇതിനെ മാഗ്നറ്റിൽ ഒട്ടിച്ച് വേണം പിടിക്കാനായിട്ട്. യെസ്, നല്ലൊരു ഐഡിയ ആണ്. കണ്ടില്ലേ,
ഞാൻ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഐഡിയയും പറഞ്ഞു തന്നോണ്ടിരിക്കും. കുഞ്ഞുനാള് മുതലേ ഞാൻ ഭയങ്കര ഇന്റലിജന്റാ. പക്ഷെ എനിക്ക് അതിന്റെ ഒരു അഹങ്കാരം പോലും ഇല്ല കേട്ടോ. ഞാൻ ഇപ്പൊ തന്നെ അതിനെ തല്ലി പൊളിച്ചു കളയാം. ശിവ, അതിനെ അങ്ങനെ തന്നെ വെച്ചോണ്ടിരുന്നോ. ഞാൻ ഇപ്പൊ തന്നെ അതിനെ അടിച്ചില്ലാതാക്കാം. രക്ഷപ്പെട്ടു. ശിവ, ദേ അത് പോയത് കണ്ടില്ലേ നീ? ഞാൻ തന്നെയാണ് അതിനെ പുറത്തേക്ക് വിട്ടത്. എന്റെ റോബോട്ട് ബി അതിന്റെ പുറകെ പോവാനായിട്ട്. അതിന്റെ ഉടമസ്ഥൻ ആരാന്ന് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളെ ശല്യം ചെയ്തത് ആരാന്ന് അറിയാം. ആ, ഈ ഈച്ചയിൽ ആന്റി മാഗ്നറ്റ് ഡിവൈസ് ഇടണം. ശിവ ഇത് ഒട്ടിക്കുമ്പോൾ ഒട്ടില്ല. അതുകൊണ്ട് ഇതിൽ ആന്റി മാഗ്നൈറ്റ് ഡിവൈസ് ഇട്ടേ മതിയാകൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല അങ്ക്. ഇനി നിങ്ങൾക്ക് ഈ ഈച്ചയുടെ ആവശ്യം വരില്ല കേട്ടോ. ഞാൻ സ്വയം ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ. നീ വീണ്ടും വന്നുവല്ലേ? ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് കുട്ടി എന്നെ വിളിക്കരുതെന്ന്. ബോസേ, കുട്ടീനെന്തിനാ വിളിച്ച ബോസേ? ഓതിരെ തല്ലി കിട്ടും. മണ്ടന്മാരെ നോക്കി നിൽക്കാതെ പോയി തല്ല്. ഇത്തവണ അവനെ വിടരുത്. ഞാൻ നിന്റെ വെറുതെ വിടില്ല കുട്ടി. നിർത്ത്. നിന്റെ തല്ല് കൊള്ളാൻ എനിക്ക് ഇനി ശക്തിയില്ല. ഞാൻ തോറ്റു. ലഡ്ഡു സിംഗ് സാറേ, എത്രയും പെട്ടെന്ന് എന്നെ ഇവിടുന്ന് കൊണ്ടുപോവാൻ നോക്ക്. അത് വളരെ ശരിയാ. നിന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോയി ഒരുപാട് ഈച്ചകളുടെ ഇടയില് ഞാൻ നിന്നെ ഇടാൻ പോവാണ്. കണ്ടോ? എന്താ നിനക്ക് സന്തോഷമായല്ലോ? Watch India's largest kids library only on Jio Hotstar. Download the app now.